അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാമിൻ്റെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പരസ്യമായി മതപരിവർത്തനം പ്രഖ്യാപിച്ച ഏഴാമത്തെ മുസ്ലിമാണ്. എല്ലാവരെയും പോലെ അദ്ദേഹവും ഖുറൈശികളുടെ മർദ്ദന നടപടികളെ സധൈര്യം നേരിട്ടു. എന്നാൽ ബദർ യുദ്ധാവസരത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച ധൈര്യം അസൂയാവഹമായിരുന്നു. ആ സ്ഥാനം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്വഹാബിയും ഉണ്ടായിരുന്നില്ല. ഭീകരത മുറ്റി നിന്ന ഒരു ദിവസം ഖുറൈശികൾ എല്ലാ സംഹാര ശക്തികളും സംഭരിച്ചാണ് നിൽപ്പ്. അഹംഭാവവും വൈരാഗ്യവും അവരെ ദൃഢനിശ്ചയരാക്കി. മുസ്ലിങ്ങൾ ന്യൂനപക്ഷം. ഇസ്ലാമിന് വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുടെ അഭിപ്രായം ആരായാനും അവരുടെ സന്നദ്ധത പരിശോധിക്കാനും തുടങ്ങി. ആർക്കും അഭിപ്രായം തുറന്നു പറയാം. എതിരഭിപ്രായം പറഞ്ഞാൽ തന്നെ ശിക്ഷാ നടപടികളില്ല. യുദ്ധത്തെക്കുറിച്ച പ്രതികൂല അഭിപ്രായം അന്തരീക്ഷം വഷളാക്കുമോ എന്നായിരുന്നു മിഖ്ദാദ് റളിയല്ലാഹുവിൻ്റെ സംശയം. അതിന് അവസരം കൊടുക്കാതെ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അദ്ദേഹം തുനിയുമ്പോഴുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുകൂലിച്ച് സംസാരിക്കുന്നു. അതിനെ പിന്താങ്ങി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായ പ്രകടനം നടത്തി. അനന്തരം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് അള്ളാഹു നിർദ്ദേശിച്ച വഴിക്ക് നീങ്ങിയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട്. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഇസ്രായേല്യർ മൂസയോട് പറഞ്ഞതുപോലെ അള്ളാഹുവാണേ ഞങ്ങൾ പറയുകയില്ല. താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യൂ, ഞങ്ങളും കൂടെ യുദ്ധം ചെയ്യാം എന്നേ ഞങ്ങൾ പറയൂ. അങ്ങയെ സത്യവുമായി അയച്ചവൻ സാക്ഷി. ഞങ്ങളെയും കൊണ്ട് അങ്ങ് വൻ പർവ്വതം കയറിയാൽ ഞങ്ങൾ ക്ഷമാപൂർവം താങ്കളെ അനുഗമിക്കും. അള്ളാഹു വിജയം പ്രദാനം ചെയ്യുന്നതുവരെ അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും ഞങ്ങൾ യുദ്ധം ചെയ്യും. നബിയുടെ മുഖം പ്രസന്നമായി. അദ്ദേഹം മിഖ്ദാദിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾക്കാവട്ടെ ആവേശവും ആത്മധൈര്യവും കൈവന്നു. തുടർന്ന് പ്രമുഖന്മാർ ഓരോരുത്തരായി എണീറ്റ് ആവേശത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. അൻസാരികളുടെ നേതാവ് സഅദ് ബിൻ മുആദാണ് ആദ്യം സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അങ്ങയുടെ ദൗത്യം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഞങ്ങൾ അങ്ങേക്ക് വാക്ക് തന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങ് ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഞങ്ങൾ കൂടെയുണ്ട്. അങ്ങയെ സത്യവുമായി അയച്ചവൻ അവൻ സാക്ഷി. ഞങ്ങളെയും കൂട്ടി അങ്ങ് ഈ കടലിൽ പ്രവേശിച്ചാൽ ഞങ്ങളും കൂടെ പ്രവേശിക്കും. ഞങ്ങളിൽ ഒരാൾ പോലും പിൻവാങ്ങുകയില്ല. ശത്രുവിനെ നേരിടുന്നത് നാളേക്ക് നീട്ടിവെക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമയും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. കണ്ണിന് കുളിർമയാകുന്ന രംഗങ്ങൾ ഞങ്ങളിലൂടെ അള്ളാഹു കാണിച്ചേക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ അങ്ങ് ഞങ്ങളെ നയിച്ചാലും. സന്തോഷഭരിതനായി തീർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ് അനുയായികൾക്ക് യുദ്ധമുഖത്തേക്ക് നീങ്ങാൻ ഉത്തരവ് കൊടുത്തു. ഇരു സൈന്യവും ഏറ്റുമുട്ടി. 3 കുതിരപ്പടയാളികളെ മുസ്ലിം സൈന്യത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. മിഖ്ദാദ് ബിൻ അംർ, മർസദ് ബിൻ അബി മർസദ്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കാൽനടയാത്രക്കാരും ഒട്ടക സവാരിക്കാരുമായിരുന്നു മറ്റുള്ളവരെല്ലാം. മേലുദ്ധരിച്ച മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന് മാത്രം തെളിവല്ല, അഗാധമായ ചിന്തയെയും ദീർഘവീക്ഷണത്തെയും അത് സൂചിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പുതിയ ഉദ്യോഗത്തെ പറ്റി എന്തു തോന്നുന്നു? തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു. മിഖ്ദാദ് റളിയല്ലാഹുവിൻ്റെ പ്രതികരണം ഇതായിരുന്നു: ഞാൻ മേലെയും ജനങ്ങൾ താഴെയും എന്ന ചിന്താഗതി വളർത്താനേ അത് ഉപകരിച്ചുള്ളൂ. താങ്കളെ സത്യവുമായി അയച്ചവൻ സാക്ഷി. ഇന്നു മുതൽ ഒരിക്കലും ഞാൻ 2 പേർക്ക് മേധാവിയാവുകയില്ല. ഇസ്ലാമിനെയും നബിയെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഇത് അദ്ദേഹത്തെ കർത്തവ്യ നിരതനാക്കി. നബിക്കോ ഇസ്ലാമിനോ വല്ല ആപത്തും വരുന്നുണ്ടെന്ന് കേട്ടാൽ മതി, അദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് തിരുമേനിയുടെ വാതിൽക്കൽ പറന്നെത്തും. ഇസ്ലാമിനോടുള്ള തൻ്റെ കർത്തവ്യബോധം ശത്രുക്കളോട് മാത്രമല്ല, തെറ്റ് ചെയ്യുന്ന മിത്രങ്ങളോടും അദ്ദേഹം കാണിച്ചു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൈന്യഘടകത്തിൻ്റെ കൂടെ പോയി. ശത്രുക്കൾ അവരെ വളഞ്ഞു വെച്ചപ്പോൾ
ആരും വിടരുത് എന്ന് സൈനിക തലവൻ ആജ്ഞ പുറപ്പെടുവിച്ചു. ഇതറിയാതെ ഒരു മുസ്ലിം ഭടൻ കൽപ്പന ലംഘിച്ചതിന് സൈനിക തലവന്റെ അമിതമായ ശിക്ഷാ നടപടികൾക്ക് പാത്രമായി. അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട് മിഖ്ദാദ് റളിയല്ലാഹു സംഭവം ചോദിച്ചറിഞ്ഞു. ഉടനെ അയാളെ കൈപിടിച്ച് സൈന്യത്തലവന്റെ അടുക്കൽ കൊണ്ടുപോയി. മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ വാഗ്വാദം കേട്ട് സൈന്യത്തലവന് തെറ്റുബോധിച്ചു. താങ്കൾ പ്രതികാരം ചെയ്യാൻ നിന്നുകൊടുക്കണം. മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ ഈ നിർദ്ദേശത്തിന് സൈനിക തലവൻ വഴങ്ങി. പക്ഷേ അന്യായക്കാരൻ മാപ്പ് നൽകിയതുകൊണ്ട് അത് വേണ്ടി വന്നില്ല. ഇസ്ലാം പ്രബലമായിരിക്കെ തനിക്ക് മരിക്കണം, അതായിരുന്നു മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ അഭിലാഷം. ഇതിന്റെ സാഫല്യത്തിനായി നിരന്തരമായും നിഷ്കളങ്കമായും അദ്ദേഹം പ്രാർത്ഥിച്ചു. തന്മൂലം താങ്കളെ സ്നേഹിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കുകയും അവൻ താങ്കളെ സ്നേഹിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു എന്ന് തിരുമേനി നേരിട്ട് പറയാനുള്ള അർഹത മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.